ഹായ് ഫ്രണ്ട്സ്, ഡ്രീമി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? അതും കോട്ടയം സ്റ്റൈൽ ബീഫ് കറി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഞാനിപ്പോൾ ഇതിനായി എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫാണ്. നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കണം. ഇനി നമുക്ക് വേണ്ടത് 3 സവോള, 3 പച്ചമുളക്, 2 തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ട് വേണം, കാരണം അതാണ് ബീഫ് കറിയിൽ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൂത്ത് ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ആദ്യം ഒരു 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടിയത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സവോളയൊക്കെ വഴണ്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ തക്കാളി സവോളയൊക്കെ അത്യാവശ്യം നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. ബീഫ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ എടുത്തിരിക്കുന്നത് പിരിയമുളക് പൊടിയാണ്. അതാകുമ്പം കളറൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും കറിക്ക്. ഇനി നമുക്ക് വഴണ്ട് വന്നതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു 8 മിനിറ്റെങ്കിലും വഴറ്റിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം പൊടി മൂത്തതിന് ശേഷമേ നമ്മൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം. മസാല നല്ലപോലെ മൂക്കണത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബീഫിന് അത്യാവശ്യം നല്ല വേവുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനാവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു 15 മിനിറ്റ് ഇത് അടച്ച് നല്ലപോലെ മൂടി വെച്ച് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ ബീഫ് വേവണത് വരെ അടച്ച് വയ്ക്കാം. ഇത് നന്നായിട്ട് പെരണ്ട് കിട്ടുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോൾ നല്ല കുറുകിയ പെരണ്ട ബീഫ് കറി പോലെ ആയിട്ടുണ്ട്. സത്യം പറയല്ലോ, ഇതിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ചൂടോടെ കപ്പ വേവിച്ചത് കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇനി പാലപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. നമുക്കിതൊരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറയാൻ അടിപൊളി ടേസ്റ്റ്, നല്ല ഒരു പെരണ്ട ബീഫ് കറി, നല്ല കളറും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ബൈ.